നമസ്കാരം. ഇന്നത്തെ പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേയ്സ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. കൊരട്ടിച്ചിറങ്ങരയിൽ വീട്ടിൽ മോഷണം. 35 പവൻ സ്വർണവും പണവും നഷ്ടപ്പെട്ടു. കൊരട്ടിച്ചിറങ്ങര ചെമ്പകശ്ശേരി പ്രകാശന്റെ വീട്ടിൽ തിങ്കളാഴ്ച പുലർച്ചെയാണ് കവർച്ച നടന്നത്. വീടിന്റെ ജനൽ കമ്പികൾ അറുത്ത് അകത്തു കയറിയ മോഷ്ടാവ് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 35 പവൻ സ്വർണവും ബാഗിൽ സൂക്ഷിച്ചിരുന്ന 8000-ഓളം രൂപയും കവർന്നു. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന വസ്തുക്കൾ വാരി വലിച്ചിട്ട നിലയിലാണ്. പോലീസ് എത്തി അന്വേഷണം ആരംഭിച്ചു. കൊടുങ്ങല്ലൂർ ക്ഷേത്ര പരിസരത്ത് ആൽത്തറയിൽ കിടന്നുറങ്ങിയിരുന്ന ആളുടെ സമീപത്ത് കൂടി പാമ്പ് പോയത് ഭീതി പരത്തി. ഇന്നലെയായിരുന്നു സംഭവം. പരിസരവാസിയായ വയോധികന്റെ ഉറക്കത്തിനിടയിൽ തലയുടെ സമീപത്ത് കൂടിയാണ് പാമ്പ് ഇഴഞ്ഞു പോയത്. ആളുകൾ ഒച്ചയിട്ടതിന് പിന്നാലെ ഞെട്ടിയുണർന്ന വയോധികൻ ഭയന്ന് എഴുന്നേറ്റപ്പോഴേക്കും പാമ്പ് സമീപത്തെ പുല്ലിലൂടെ ഇഴഞ്ഞു നീങ്ങിയിരുന്നു. വയോധികന് ആദ്യം സംഭവം മനസ്സിലായില്ലെങ്കിലും പാമ്പാണ് സമീപത്തു കൂടി പോയതെന്ന് മനസ്സിലായതോടെ ഞെട്ടിമാറാൻ ശ്രമിക്കുന്നതുമായി ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. കോടശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ അംഗനവാടി വർക്കർ ഹെൽപ്പർ ലിസ്റ്റിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മക്കളെയും മരുമക്കളെയും തിരികെ കയറ്റിയതിൽ പ്രതിഷേധിച്ച് ഇടതുപക്ഷ മെമ്പർമാർ പഞ്ചായത്ത് കമ്മിറ്റിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. തുടർന്ന് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. CPIM ഏരിയ സെക്രട്ടറി KS അശോകൻ ഉദ്ഘാടനം ചെയ്തു. പാർലമെന്ററി പാർട്ടി ലീഡർ EA ജയതിലകൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാനത്ത് ഇന്ന് 2 ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. അടുത്ത 5 ദിവസം വിവിധ ജില്ലകളിൽ ശക്തമായ മഴ തുടരും. ഇന്ന് എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ചൊവ്വാഴ്ച കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് അറിയിപ്പ്. കൊടുങ്ങല്ലൂർ കോതപ്പറമ്പിൽ അടച്ചിട്ട വീട് കുത്തി തുറന്ന് മോഷണം. സ്വർണ്ണാഭരണവും വെള്ളി ഉരുപ്പടികളും പണവും കവർന്നു. മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ചെറായി പടിഞ്ഞാറേക്കര സിബി ജയലക്ഷ്മിയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. വീട്ടുകാർ സ്ഥലത്തില്ലാത്ത സമയത്തായിരുന്നു സംഭവം. വീടിന്റെ അടുക്കള വാതിൽ കുത്തി തുറന്ന മോഷ്ടാവ് അലമാരകളിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണക്കമ്മൽ, 1000-ഓളം രൂപ, വെള്ളി നാണയം തുടങ്ങിയവ കവർന്നു. പെരിഞ്ഞനത്ത് ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്നയാൾ മരിച്ചു. പെരിഞ്ഞനം കുറ്റിലക്കടവ് സ്വദേശി കൊച്ചത്ത് വീട്ടിൽ മൈത്രജനാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം പെരിഞ്ഞനം പഞ്ചായത്തിന് സമീപമുണ്ടായ ബൈക്ക് അപകടത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് കൊടുങ്ങല്ലൂർ AR ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇന്ന് രാവിലെ 6:30-ഓടെയായിരുന്നു മരണം. കയ്പമംഗലം പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. KSKTU ജില്ലാ സമ്മേളനം ജൂലൈ 10-11 തീയതികളിൽ നെല്ലായി, കൊളത്തൂർ, കാവലൂർ പാർക്കിൽ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലയിലെ 17 ഏരിയ കമ്മിറ്റികളിൽ നിന്നുമായി തെരഞ്ഞെടുക്കപ്പെട്ട 375 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. 10-ന് രാവിലെ 10 മണിക്ക് KSKTU ജില്ലാ പ്രസിഡന്റ് MK പ്രഭാകരൻ പതാക ഉയർത്തുന്നതോടെ സമ്മേളനത്തിന് തുടക്കമാകും. തുടർന്ന് ചേരുന്ന പ്രതിനിധി സമ്മേളനം അഖിലേന്ത്യാ അഗ്രികൾച്ചർ വർക്കേഴ്സ് യൂണിയൻ ദേശീയ പ്രസിഡന്റ് A വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്യും. ഭാരതീയ ജനതാ പാർട്ടി കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാവന്ദനം സംഘടിപ്പിച്ചു. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MD രമേശ് ഉദ്ഘാടനം ചെയ്തു. SSLC, +2 പരീക്ഷയിലും മറ്റ് പ്രൊഫഷണൽ കോഴ്സുകളിലും ഉന്നത വിജയം നേടിയവരെയും സുത്യർഹ സേവനത്തിനു ശേഷം വിശ്രമജീവിതം നയിക്കുന്ന അധ്യാപകരെയും മറ്റു ഉദ്യോഗസ്ഥരെയും കലാകായിക മേഖലയിൽ മികവ് തെളിയിച്ചവരെയും ചടങ്ങിൽ ആദരിച്ചു. വാദ്യകലാകാരൻ കേളത്ത് അരവിന്ദാക്ഷമാരാർ അനുസ്മരണവും സൈന്ധവ കലാപീഠത്തിന്റെ 3ാം വാർഷികവും ആചരിച്ചു. എഴുത്തുകാരനും പ്രഭാഷകനുമായ NP വിജയകൃഷ്ണൻ കേളത്ത് അരവിന്ദാക്ഷമാരാരുടെ മേളജീവിതത്തെ ആസ്വാദകർക്ക് മുന്നിൽ അവതരിപ്പിച്ചു. പുത്തൻവേലിക്കര വിജയന്മാരാർ അധ്യക്ഷത വഹിച്ചു. മള വൈസ് മെൻസ് ക്ലബ് വാർഷിക പൊതുയോഗവും പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങും നടന്നു. അഡ്വക്കേറ്റ് CB സ്വാമിനാഥൻ ഉദ്ഘാടനം ചെയ്തു. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ ഷാൻഡി ജോസഫ് പുരസ്കാര വിതരണവും കുളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ ചികിത്സ സഹായ വിതരണം നിർവഹിച്ചു. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേയ്സ് ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.